എറണാകുളം റോഡിൽ പാഴൂർ മുതൽ പേപ്പതി വരെയുള്ള ഭാഗത്തെ അപകടകരമായ വളവ് നിവർത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പൊതുമരാമത്ത് റവന്യൂ അധികൃതർ സംയുക്ത പരിശോധന നടത്തി. സർവേ നടത്താൻ പിറവം മണിയുടെ വില്ലേജുകളിൽ മതിയായ ജീവനക്കാർ ഇല്ലാത്തതിനാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിട്ടുനൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം എറണാകുളം റോഡിൽ പാഴൂർ മുതൽ പേപ്പതി വരെയുള്ള അപകടകരമായ വളവുകൾ നിവർത്തുന്ന പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് സംയുക്ത സ്ഥല പരിശോധന നടത്തി. ഭൂമി സർവേ നടത്തി അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടികൾ അടിയന്തരമായി ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പുതിയ റോഡിനായുള്ള അലൈൻമെന്റ് പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി സർവേ നമ്പറുകൾ പരിശോധിച്ച് അന്തിമ അലൈൻമെന്റ് നിർണ്ണയിക്കുന്ന നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത്. ഇതിനായി പിറവം മണിയുടെ വില്ലേജ് ഓഫീസർമാരും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാഴൂർ അമ്പലപ്പടി മുതൽ പേപ്പതി വരെയുള്ള ഭാഗത്ത് അപകടകരമായ വളവുകൾ ഉള്ളതിനാൽ ഇത് സ്ഥിരം അപകട മേഖലയാണ്. നഗരാസൂത്രണ വിഭാഗം മുമ്പ് നടത്തിയ പഠനത്തിൽ ഈ ഭാഗത്തെ വളവ് നിവർത്തൽ പ്രധാന പദ്ധതിയായി ശുപാർശ ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 2 അലൈൻമെന്റുകൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കുറഞ്ഞ ചെലവിലും ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലാത്തതുമായ അലൈൻമെന്റാണ് പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചത്. പിറവം മണിയുടെ വില്ലേജുകളിൽ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ ജീവനക്കാർ നിലവിലില്ലെന്നും കൂടുതൽ സർവേ ഉദ്യോഗസ്ഥരെ അനുവദിക്കണമെന്നും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ, വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയ്സൺ പുളിക്കൽ, കൌൺസിലർ VT പ്രതാപൻ, PWD മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ MS, പിറവം അസിസ്റ്റന്റ് എഞ്ചിനീയർ TK ദീപ, പിറവം വില്ലേജ് ഓഫീസർ മനോജ്, മണിയുടെ വില്ലേജ് ഓഫീസർ രാജേഷ് CR, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യകരമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം തന്നെ ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA ആയിട്ടുള്ള അനൂപ് ജേക്കബ് മന്ത്രിയും കൂടി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പേപ്പർ വർക്കുകൾ സുഗമമാക്കുന്നതിനും അക്വിസേഷൻ നടപടികൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ തഹസിൽദാരെയോ അതല്ലെങ്കിൽ ഉന്നതമായ ഉദ്യോഗസ്ഥരെയോ ഇതിനു വേണ്ടിയിട്ട് മാത്രം ചുമതലപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യത്തിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ തന്നെ വളരെയധികം ജോലി തിരക്കുള്ള പിറവം വില്ലേജ് ഓഫീസറും മറ്റുള്ള സ്റ്റാഫും ഒക്കെ ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ള പിറവം മേഖലയിലെ ഈ വില്ലേജ് ഓഫീസിലെ ജോലികൾ തന്നെ ചെയ്തു തീർക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്വിസേഷൻ കൂടി ഇത് നടത്തണം, ഇതിൻ്റെ അളന്ന് തിരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ തന്നെ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ആ ഉദ്യോഗസ്ഥർ നിന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.